ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടല്ലോ, നമ്മുടെ കറിവേപ്പില നമുക്ക് എത്ര നാൾ വേണേലും നല്ല ഫ്രഷ് കറിവേപ്പില പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ ടിപ്പായിട്ടാണ് കേട്ടോ. ഞാൻ സാധാരണ കറിവേപ്പില എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളത്. അപ്പം കറിവേപ്പിലയൊക്കെ ഞാൻ തണ്ടിൽ നിന്ന് ഓരോ ഇലയായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അടർത്തി മാറ്റി വെക്കുക. അപ്പം തണ്ടോട് കൂടി ആവശ്യമുള്ളവർ തണ്ടോട് കൂടി എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ തണ്ടോട് കൂടി എടുക്കുന്നില്ല, ഓരോ ഇലയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഇലയായിട്ട് ഞാൻ ഇങ്ങനെ തണ്ടിൽ നിന്ന് മാറ്റി വെക്കുവാണ്. എനിക്കിങ്ങനെ ഇങ്ങനെയാണ് സാധാരണ ഞാൻ കറിവേപ്പില കിട്ടുമ്പോൾ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു 2 മാസം വരെ നല്ല ഫ്രഷ് കറിവേപ്പില പോലെ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാറുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കറിവേപ്പിലയെല്ലാം മാറ്റി ഇങ്ങനെ ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പം ഒരു 2 തവണയാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ ഇപ്പം കഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കറിവേപ്പില എടുക്കുമ്പോഴത്തേക്കിന്ന് കഴുകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ തിരക്ക് പിടിച്ച് പണിയുടെ ഇടയ്ക്ക് ചിലപ്പോൾ കറിവേപ്പിലൊക്കെ കഴുകാൻ ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെ കഴുകി എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കറിക്കകത്തേക്ക് ഓടി ചെന്ന് പാത്രം തുറന്ന് കറിവേപ്പില കറിയിലേക്ക് ഇടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരരിപ്പ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് കറിവേപ്പിലയെല്ലാവേ. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി വെള്ളം പോകാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് നമുക്കൊരു കോട്ടൺ തുണിക്കകത്തേക്ക് ഈ ഇലയെല്ലാം കൂടി ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കണം. അപ്പം ആ തുണിയിലേക്കിരിക്കുന്ന വെള്ളം എല്ലാം കൂടെ പറ്റി പിടിക്കും. എന്നിട്ട് ചിലപ്പം ഫാനിൻ്റെ ചോട്ടിലിട്ടാലും വെള്ളമെല്ലാം നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. ഇപ്പം ഞാനൊരു 1 അരമണിക്കൂർ ഫാനിൻ്റെ ചോട്ടിലിട്ട് കേട്ടോ. അങ്ങനെ ഫാനിൻ്റെ ചോട്ടിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ടിന്ന് വേണം. അപ്പോൾ എന്നിട്ട് ഈ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയ കറിവേപ്പില നമ്മുടെ ഈ ടിന്നിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ടിന്നിനകത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കരുത്, സാധാരണ നോർമൽ ആയിട്ട് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില എത്ര നാൾ വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുമേ. അപ്പം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.